ആദ്യമായല്ല സുനിത വില്യംസിന്റെ തിരിച്ചുവരവ് അനിശ്ചിതത്വത്തിലാകുന്നത്. 2007-ലും ഇതുപോലൊന്ന് സംഭവിച്ചിരുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്കു കടക്കാം. അതിനു മുൻപ് സുനിതയും വഹിച്ചുകൊണ്ട് സ്പേസ് സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട ക്രൂ ഡ്രാഗൺ ക്യാപ്സ്യൂളിന്റെ ലാൻഡിംഗ് വരെയുള്ള കുറച്ചു ദൃശ്യങ്ങൾ കാണാം. Sunny Williams and Butch Wilmore begin their belated trip home. Undocking occurring right on time at 12:05 a.m. Central Time, 1:05 a.m. Eastern Time. And splashdown. Crew 9 back on Earth. In SpaceX Freedom, splashdown. ഞാൻ അന്ന് സ്കൂളിൽ പഠിക്കുന്ന കാലം. എന്തിനാണ് ഇതിവിടെ പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതിനാൽ വീഡിയോ മുഴുവൻ കാണാൻ അഭ്യർത്ഥിക്കുന്നു. 2006 ഡിസംബർ 9-നാണ് സുനിത ആദ്യമായി ബഹിരാകാശത്ത് എത്തുന്നത്. ഡിസ്കവറി സ്പേസ് ഷട്ടിലിൽ STS-116ന്റെ ഭാഗമായാണ് സുനിത അന്ന് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എത്തുന്നത്. ഏകദേശം 3 മാസത്തിനു ശേഷം ദൌത്യം പൂർത്തിയാക്കി 2007 മാർച്ചിൽ STS-117ൽ ഭൂമിയിൽ തിരികെ എത്താനുള്ള പ്ലാനുമായാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് എത്തിയത്. സുനിതയുടെ ഒപ്പം സ്പേസ് സ്റ്റേഷനിൽ എത്തിയവരിൽ മറ്റെല്ലാവരും 22 ദിവസങ്ങൾക്ക് ശേഷം ഡിസ്കവറിയിൽ തന്നെ ഭൂമിയിലേക്ക് മടങ്ങിയെങ്കിലും അവർ സ്റ്റേഷനിൽ തുടരുകയായിരുന്നു. മാർച്ച് മാസത്തിൽ STS-117ന്റെ വിക്ഷേപണം നടത്താനായി നാസ നിശ്ചയിച്ചിരുന്നു. പല സാങ്കേതിക കാരണങ്ങൾ മൂലം അറ്റ്ലാന്റിസ് ഷട്ടിലിന്റെ റോളൌട്ട് വൈകി. എങ്കിലും ഫെബ്രുവരി 15-ന് തന്നെ അതിനെ ലോഞ്ച് പാഡിൽ എത്തിച്ചു. വിക്ഷേപണത്തിന് വേണ്ടിയുള്ള ബാക്കി തയ്യാറെടുപ്പുകൾ ഒക്കെ പൂർത്തിയാക്കിയതിനു ശേഷം മാർച്ച് 15-ന് ലോഞ്ച് ചെയ്യാൻ ആയിരുന്നു പ്ലാൻ. എങ്കിലും ഫെബ്രുവരി 26-ന് വില്ലനായി എത്തിയ ആലിപ്പഴവർഷം എല്ലാം അവതാളത്തിലാക്കി. ഗോൾഫ് ബോളുകളുടെ വലിപ്പം ഉള്ള ആലിപ്പഴങ്ങൾ ഷട്ടിൽ അസംബ്ലിയിൽ ധാരാളമായി പതിച്ചു. ഇതേ തുടർന്ന് മെയിൻ ടാങ്കിന്റെ തുമ്പിൽ ഉള്ള ഫോം ഇൻസുലേഷൻ നാശം സംഭവിച്ചു. കൂടാതെ അറ്റ്ലാന്റിസ് ഷട്ടിലിന്റെ ഇടതുചിറകിലെ 2 ഡസനോളം താപപ്രതിരോധ ടൈലുകളിൽ ചെറിയ കേടുപാടുകൾ സംഭവിച്ചു. തുടർന്ന് കൂടുതൽ പരിശോധനകൾക്കു വേണ്ടിയും അറ്റകുറ്റപ്പണികൾ നടത്തുവാനും വേണ്ടി ഷട്ടിലിനെ വെഹിക്കിൾ അസംബ്ലി ബിൽഡിംഗിലേക്ക് തിരികെ കൊണ്ടുപോകാൻ നാസ നിർബന്ധിതരായി. മെയ് 15 വരെ വെഹിക്കിൾ അസംബ്ലി ബിൽഡിംഗിൽ തുടർന്ന ഷട്ടിലിനെ ജൂൺ 8-ാം തീയതിയാണ് വിക്ഷേപിക്കാൻ കഴിഞ്ഞത്. ജൂൺ 10-ന് അറ്റ്ലാന്റിസ് ഷട്ടിൽ സ്പേസ് സ്റ്റേഷനോട് ഡോക്ക് ചെയ്തു. 11 ദിവസങ്ങൾക്കു ശേഷം സുനിതയും ഒപ്പം കൂട്ടിയാണ് STS-117 ക്രൂ സ്റ്റേഷനിൽ നിന്നും അൺഡോക്ക് ചെയ്തത്. ജൂൺ 21-ന് ലാൻഡ് ചെയ്യാൻ ആയിരുന്നു പദ്ധതിയെങ്കിലും അത് വീണ്ടും നീണ്ടുപോയി. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിലെ കാലാവസ്ഥ മോശമായത് കാരണം ആ ദിവസം ലഭിച്ച 2 ലാൻഡിംഗ് അവസരങ്ങളും പാഴായി. തുടർന്ന് പിറ്റേ ദിവസം, അതായത് ജൂൺ 22-നാണ് സുനിത അടങ്ങുന്ന സംഘത്തിന് ഭൂമിയിൽ എത്താൻ കഴിഞ്ഞത്. ഇന്നത്തെ പോലെ അന്നും മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിയിരുന്നു. എന്നാൽ അന്ന് സമൂഹ മാധ്യമങ്ങൾ ഇന്നത്തെ പോലെ പ്രചാരത്തിൽ അല്ലായിരുന്നതിനാൽ ഇന്നത്തെ അത്ര ഓളം അന്നുണ്ടായിരുന്നില്ല. അതിനാൽ മനുഷ്യരെ ചന്ദ്രനിൽ ഇറക്കിയ നാസക്ക് എന്തുകൊണ്ട് സുനിതയെ സുരക്ഷിതമായി ഭൂമിയിൽ കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നതുപോലെയുള്ള ബാലിശമായ ചോദ്യങ്ങൾ അന്ന് കമന്റ് ബോക്സുകളിൽ കാണാൻ പറ്റിയിരുന്നില്ല. ഇന്നത്തെ അത്രയും ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ വിരൽത്തുമ്പിൽ ലഭിക്കുകയും ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലമായിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. ഞങ്ങളുടെ ഫിസിക്സ് ടീച്ചർ മാധ്യമങ്ങളിലെ വാർത്തകൾ ഒക്കെ ശ്രദ്ധിച്ച് ഞങ്ങളോട് സുനിതയുടെ മടക്കയാത്രയുടെ വിശേഷങ്ങൾ പറയുമായിരുന്നു. സുനിതയുടെ മടക്കയാത്രയുടെ ദിവസം ക്ലാസ്സിനിടയിൽ ടീച്ചർ കുട്ടികളോട് സുനിത തിരികെ എത്തിയോ എന്ന് ചോദിച്ചു. അതിന്റെ ഉത്തരമായി എന്റെ ഒരു സഹപാഠി പറഞ്ഞത് ഇങ്ങനെയാണ്: